അപ്പം നാം നമ്മുടെ മഹത്വത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നാളെ സാറ് ദുഃഖിക്കേണ്ടി വരും. എന്നെ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ വന്ന് കുമ്പിടണം സാർ ആഗ്രഹിച്ചായിരുന്നു, ഞാൻ കുമ്പിടത്തൊന്നുമില്ല, ഞാൻ തന്നെ അവൻ്റെ പാട്ടിന് പോട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. അപ്പോൾ സാറിന് വേദന വരും. എടാ അവൻ്റെ ഇല്ലായ്മ ഞാൻ ഇതൊക്കെ ചെയ്തു, എന്നിട്ട് അവൻ കണ്ട നന്ദിയില്ലാത്തവൻ, പിന്നെ എന്നെ കാണുന്ന സാറിന് വെറുപ്പാണ്. പക്ഷേ സാറ് ക്രിസ്തുവിന് അത് കൊടുത്തത് എന്നെ കാണുന്നില്ല. സാറിന് ഒരിക്കലും ഞാൻ നാളെ സാറിന് ചീത്ത വിളിച്ചെന്നുള്ള സാറിന് അത് ബാധിക്കത്തേ ഇല്ല. ഞാൻ കർത്താവിനെ കൊടുത്തു. അപ്പോൾ ഈ മക്കതോന്യ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. സമൃദ്ധി, മഹാദാരിദ്ര്യം, ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണം. പക്ഷേ അവർ എന്താണ്, ഈ കഷ്ടതയിലും ഈ ദാരിദ്ര്യത്തിലും അവർ ഔദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ. അതായത് പൊട്ടിയ വയറുകൊണ്ടിരിക്കുമ്പോഴും ഒരു ദൈവദാസം വന്നു കഴിഞ്ഞാൽ ഉള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്ന വിശുദ്ധന്മാർ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തുട്ടുകൾ അവന് വേണ്ടി കൊടുത്തയക്കുക. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഇവിടുത്തെ എൻ്റെ സുഖസമൃദ്ധി അല്പം കുറച്ചിട്ടാണെങ്കിലും ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. കാരണം അവരുടെ കർത്താവിൻ്റെ പേര് ഇത് പട്ടിണി കിടക്കുന്നവരാണ്, കഷ്ടം സഹിക്കുന്നവരാണ്, അടിയേക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ബിരിയാണി, ഞാൻ സിമ്പിളായിട്ട് കഴിച്ചു, ഞാൻ ഇന്ന് ബിരിയാണി തരുന്നില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് 50,000 രൂപയുടെ ചിലവ് ചെയ്യുന്നില്ല, ഞാൻ ഈ പൈസ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തിക്കൊണ്ട് എന്തെങ്കിലും പറയാൻ നമുക്കുണ്ടോ? ഒരു പറയുന്നില്ല. ഇതിവൻ നാളെ അങ്ങോട്ട് വിളിക്കും, നാളെ ഇവൻ വിളിക്കും, നമ്മളവിടെ എല്ലാം പോയി പൈസ വേഴ്സായിട്ട് പോകും. പക്ഷേ കർത്താവിന് വേണ്ടി കൊടുത്തേ അത് നമ്മുടെ മേലെ അക്കൗണ്ട് ആയിട്ട് അവിടെ ഉണ്ട്, നമ്മുടെ പ്രതിഫലമായിട്ട് അവിടെ സൂക്ഷിക്കുന്നുണ്ട്.